കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കർണാടക സംവരണ ബിൽ ഭരണഘടനാപരമായി നിലനിൽക്കില്ലെന്ന് മന്ത്രി പി രാജീവ്. മണ്ണിൻ മക്കൾ വാദം നേരത്തെ തള്ളിക്കളഞ്ഞതാണ്. കേരളത്തിൽ സംവരണത്തിന്റെ ആവശ്യമില്ലെന്നും മെറിറ്റിന്റെയും സ്കില്ലിന്റെയും അടിസ്ഥാനത്തിലാണ് കേരളം ആളുകളെ തിരഞ്ഞെടുക്കുന്നതെന്നും മന്ത്രി. പഞ്ചാബ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പഞ്ചാബ് സർക്കാർ സമർപ്പിച്ച ബിൽ മടക്കി രാഷ്ട്രപതി. ഗവർണർക്ക് പകരം മുഖ്യമന്ത്രിയെ ചാൻസലറാക്കിക്കൊണ്ടുള്ള ബില്ലാണ് രാഷ്ട്രപതി മടക്കിയത്. ബിൽ നിരസിച്ച രാഷ്ട്രപതിയുടെ നടപടിയെ സ്വാഗതം ചെയ്ത് BJP പഞ്ചാബ് ഘടകം. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കിയ കേരളത്തിന്റെ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ. വ്യാജരേഖ ചമച്ചെന്ന ആരോപണം നേരിടുന്ന IAS ട്രെയിനി പൂജ ഖേദ്കറുടെ അമ്മ മനോരമ ഖേദ്കർ അറസ്റ്റിൽ. മനോരമയെ അറസ്റ്റ് ചെയ്തത് കർഷകരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അനധികൃതമായി തോക്ക് കൈവശം വെച്ചു എന്നീ കേസുകളിൽ. അറസ്റ്റിലായത് റായ്ഗഡിൽ ഒളിവിൽ കഴിയുന്നതിനിടെ. പാലക്കാട് കൊപ്പത്ത് 20 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിൽ. പിടിയിലായത് മണ്ണേങ്ങോട് സ്വദേശി മുഹമ്മദ് ഫാസിൽ, മൂർക്കനാട് സ്വദേശി സൈദലവി, ചെറുകോട് സ്വദേശി അഷ്റഫ് എന്നിവർ. പ്രതികളെ പിടികൂടിയത് വാഹന പരിശോധനയ്ക്കിടെ. തൃശൂർ കുണ്ടഴിയൂർ GM UP സ്കൂളിൽ കാർഷിക ചന്ത സംഘടിപ്പിച്ചു. കാർഷിക ചന്ത സംഘടിപ്പിച്ചത് ഞാറ്റുവേലകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും വിവിധ കാർഷികോൽപ്പന്നങ്ങൾ, ചെടികൾ എന്നിവയെ പരിചയപ്പെടുത്തുവാനും. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിൽ തൃശൂർ ആളൂർ ചിറക്കാവ് ക്ഷേത്രത്തിൽ വെള്ളം കയറി. വെള്ളം കയറിയത് ക്ഷേത്രത്തിനകത്ത് 2 അടിയിലേറെ ഉയരത്തിൽ. മഴ തുടർന്നാൽ ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ മുടങ്ങുന്ന സാഹചര്യമെന്ന് ഭാരവാഹികൾ. തൃശൂർ കീഴൂരിൽ വൈദ്യുതി ലൈനു മുകളിലേക്ക് തെങ്ങ് വീണ് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടു. തെങ്ങ് വീണത് ചൊവ്വലത്ത് ചന്ദ്രന്റെ വീടിനു മുന്നിൽ. വൈദ്യുതി വിച്ഛേദിച്ചത് അപകടമൊഴിവായി. നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചു. തൃശൂർ കാഞ്ഞാണിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണം നടത്തിയത് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. DCC ജനറൽ സെക്രട്ടറി KK ബാബു അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനവും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷതയും വഹിച്ചു. തൃശൂർ അന്തിക്കാട് കനത്ത മഴയിലും കാറ്റിലും വീട് ഭാഗികമായി തകർന്നു. 6-ാം വാർഡിലെ മാളിയേക്കൽ റോയുടെ വീടാണ് തകർന്നത്. സംഭവം പറമ്പിന്റെ അതിർത്തിയിലെ 2 മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്നു. ഗുജറാത്തിൽ ചന്ദിപ്പുര വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 15ആയി. സംസ്ഥാനത്തെ 12ഓളം ജില്ലകളിലേക്ക് വൈറസ് വ്യാപിച്ചിട്ടുണ്ടെന്ന് അധികൃതർ. വൈറസ് ബാധിച്ച് ആദ്യം മരിച്ചത് 4 വയസ്സുകാരി. സുപ്രീം കോടതിയിൽ 2 പേർ കൂടി ജഡ്ജിമാരായി ചുമതലയേറ്റു. ചുമതലയേറ്റത് ജമ്മു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് N കോട്ടീശ്വർ സിംഗ്, മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് R മഹാദേവൻ എന്നിവർ. സത്യവാചകം ചൊല്ലിക്കൊടുത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്.